കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് തൃക്കാക്കരയിൽ നമ്മുടെ 2020 NDA സ്ഥാനാർത്ഥിയായി അഖിൽ മാരാരെ പ്രഖ്യാപിച്ചത്. ഇന്ന് നമ്മളോടൊപ്പം ഇന്ത്യ ലൈവിൽ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം അഖിലേട്ടനാണ്. അഖിലേട്ടൻ നമസ്കാരം. അഖിലേട്ട, ഒരു ഫോർമൽ ഇൻ്റർവ്യൂ എന്നുള്ളത് മാറ്റിയിട്ട് കുറച്ചുകൂടെ കാഷ്വലായിട്ട് സംസാരിക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേരളക്കാരെ അറിഞ്ഞതിൽ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സ് മുഴുവൻ ഇതാണിപ്പോൾ ചർച്ചാ വിഷയം. അതിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള ആരോപണങ്ങളും അതുപോലെ എന്താ പറയുക, കുറേയൊക്കെ ഞാനിങ്ങനെ കണ്ടു. നെഗറ്റീവ് കമൻറ്റ്സ് തന്നെ വേണം പറയാം, പക്ഷെ ഭയങ്കര രസകരമായിട്ട്. അത് രസം എന്താ വെച്ചാൽ ഇതെല്ലാം ഈ ന്യൂ ജനറേഷൻ ആളുകളാണ്, ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിലോട്ട് കിടക്കട്ടെ. ആദ്യത്തെ ചോദ്യം തന്നെ, ഇപ്പോൾ അഖിലേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകൻ എന്നതിലൊക്കെ അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിലുള്ള പശ്ചാത്തലം എന്താണ്? 2013 ഞാൻ ഒഫീഷ്യലി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നത്. കോൺഗ്രസ്സിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് കൊട്ടാരക്കരയിൽ ഏതെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം സജീവമായി പങ്കെടുക്കുകയും അതുപോലെ തന്നെ നാട്ടിൽ നമ്മുടെ നാട്ടുകാർക്ക് മറ്റുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും 10-13 കേസുകൾ ആ സമയത്ത് ഉണ്ടാവുകയും CPM-മാരുടെ ആക്രമണത്തിൽ തല പൊട്ടി 10-13 സ്റ്റിച്ച് ഇപ്പോഴും തലയിലൊക്കെ തലയിലുള്ള വളരെ സജീവമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പിന്നീട് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാതെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പം വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അയാളോടുള്ള വിശ്വാസം കൊണ്ടാണ്. പ്രത്യേകിച്ച് ഭയങ്കരമായ രീതിയിലൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടായ ഒരു പ്രദേശത്താണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ 1500-ഓളം വോട്ട് നമുക്ക് ജനം നൽകിയത് ഞാനെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഉള്ളിലൊരു സത്യസന്ധത കണ്ടിട്ടാണ്. പിന്നീട് കുറച്ച് കാലം കൂടെ ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. 2017 വരെ യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു. കാര്യം എന്നെ തിരിച്ച് കോൺഗ്രസ്സിൽ എടുക്കാതെ മാറ്റിവെച്ചത് കൊണ്ട് സംഭവിച്ചതാണ്. ഇന്ത്യ ലൈവിൽ തന്നെ സുനിലേട്ടനുമായിട്ടുള്ള എൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കിട്ടും. അപ്പം പിന്നെ അതിനുശേഷം ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായി ഒരുപാട് ചാനൽ ചർച്ച, അതായത് സിനിമ എടുത്തതിന് ശേഷം ഇപ്പം അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ, കാരശ്ശേരി മാഷിനെ പോലെ, ചേക്കുട്ടിയെ പോലെ, അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, A. റഹീം തുടങ്ങി നിരവധി ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിലെ വിവിധ വിഷയങ്ങളിൽ, കൂടുതലും കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൽ തന്നെ നിരവധി തവണ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അപ്പം ഒരു രാഷ്ട്രീയ നിരീക്ഷകനായി തന്നെ കുറേ കാലം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ ബന്ധമുള്ള പൊളിറ്റിക്കൽ സട്ടയറായ ഒരു സിനിമ ഒരു കുറേ കാലത്തിന് ശേഷം കുറച്ചുകൂടെ രാഷ്ട്രീയം, പച്ചയായ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ എടുത്ത സംവിധായകനാണ്, അതിൻ്റെ തിരക്കഥാകൃത്താണ്. പിന്നീട് ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷവും തുടർച്ചയായി രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ 2016 കേസുണ്ട്, 2024 കേസുണ്ട്. അപ്പം കേരളത്തിലെ ഏത് സെലിബ്രിറ്റിക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അവകാശപ്പെടാനുണ്ടോ? എന്തിനേറെ പറയുന്നു, കേരളത്തിലെ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പിണറായി വിജയനെതിരെ പറഞ്ഞതിൻ്റെ പേരിലോ ഒരു വിഷയത്തിൽ പിണറായിയെ തെമ്മാടി എന്ന് വിളിച്ച ഏത് യൂത്ത് കോൺഗ്രസ് നേതാവുണ്ട്, ഏത് യുവമോർച്ച നേതാവുണ്ട്? ഒരു സെലിബ്രിറ്റിയിലായി നിൽക്കുമ്പോഴും ഒരു സിനിമാക്കാരനോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ അതിശക്തമായി വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നവൻ എന്നെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ട് അതുകൊണ്ട് അതൊന്ന് വ്യക്തമാക്കാം എന്ന് വിചാരിച്ചു. അഖിൽ മാരാറിന് ഏറ്റവും വെറുപ്പുള്ള വാക്കാണ് ഫെമിനിസം. ചുമ്മാ പറയണം. ഓക്കെ, ഏറ്റവും സ്വീകാര്യമായ വാക്കുകളൊക്കെ തന്നെയാണ്. പക്ഷെ കുഴപ്പം ഈ ഫെമിനിസം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ചോദ്യം എന്താ ചോദിച്ചു? ഇല്ല, അതിൻ്റെ കൂടെയുള്ള ആണ് ടോക്സിക് മാസ്കുലിനിറ്റിയുടെ ഒരു പ്രതിരൂപമാണ് അഖിൽ മാരാർ. ഇതൊക്കെ കുറേ പ്രസ്താവനകളാണ്. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വനിതകളായിട്ടുള്ള വോട്ടർമാർ എന്തിന് അഖിൽ മാരാറിന് വോട്ട് ചെയ്യണം? ഇതാണ് ചോദ്യം. ഇത് ഒരു യഥാർത്ഥത്തിൽ എങ്ങനെ എന്നെ മനസ്സിലാക്കാമെന്നുള്ളതിന് ബിഗ് ബോസിൽ ഒരു 100 എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട്. ആരാധികയാണെന്നല്ലേ? അപ്പോൾ നിനക്ക് എന്നോട് ഇഷ്ടം, നീ സ്ത്രീ അല്ലേ? അപ്പം ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്ത്രീകൾക്കെതിരെ എപ്പോഴെങ്കിലും പറഞ്ഞായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിഷയത്തിൻ്റെ ശരി ആർക്കൊപ്പമാണോ അവർക്കൊപ്പം നിന്നേ ഞാൻ സംസാരിക്കും. വിഷയത്തിൻ്റെ ശരി സ്ത്രീക്കൊപ്പമാണെങ്കിൽ ബിഗ് ബോസിൽ പോയ കുട്ടികൾക്ക് ഓഡിഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായെന്നും പറഞ്ഞ് ആ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിച്ച് ഏഷ്യാനെറ്റിലെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെ സംസാരിച്ച ആളല്ലേ ഞാൻ.
മറ്റേ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രശ്നം വന്നോട്ട്, വേടനുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നോട്ട്, ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ആക്ഷേപിച്ചൊരു വിഷയം വന്നോട്ടെ, ഇതോടൊക്കെ അഖിൽമാരാർ ആരുടെ ഒപ്പമായിരുന്നു? സ്ത്രീകൾക്കൊപ്പമായിരുന്നു. ഞാൻ ആകെ അനുകൂലിച്ചു എന്ന് മറ്റുള്ളവർ പറയുന്നത് ദിലീപുമായി ബന്ധപ്പെട്ട വിഷയം. അതില് ദിലീപിനെതിരെ ഒരാൾ പരാതി പറയാത്തതുകൊണ്ടാണ്. ദിലീപിനെതിരെ ഒരു പെണ്ണ് പരാതി പറഞ്ഞാൽ ഞാൻ 100% ദിലീപിനെ തള്ളി പറയും. ദിലീപിനെതിരെ പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ പറഞ്ഞ മൊഴിയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു നടനെ കൊടുക്കാനുള്ള സാധ്യതകൾ അതിലുണ്ടോ? പൾസർ സുനി ഇത് ചെയ്തില്ല എന്ന് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പൾസർ സുനിക്ക് അർഹമായ ശിക്ഷയുടെ ഏതറ്റം വരെ കൊടുക്കാവോ അത് നിങ്ങൾ കൊടുക്കൂ. ദിലീപ് പറഞ്ഞിട്ടാണ് പൾസർ സുനി ചെയ്തത് എന്നുള്ളതിന് നമുക്ക് തെളിവുകൾ വേണം. ആ തെളിവുകൾ കോടതി പോവുകയും അത് ഇല്ലാതായി മാറുകയും, അല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വരികയും അയാളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. അല്ലാതെ ദിലീപിനെതിരെ ഏത് നടിയാണ് പറഞ്ഞത് അയാൾ എന്നെ റേപ്പ് ചെയ്തെന്നോ എന്നെ ഉപദ്രവിച്ചെന്നോ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്തും ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾക്ക് മലയാള സിനിമയിലുള്ളവർക്ക് അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞില്ലല്ലോ. ഞാൻ ഏത് പോയിന്റിലാണ് സ്ത്രീകളെ പറഞ്ഞിട്ടുള്ളത്? അത് വെറുതെ കുറച്ച് പേർ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സ്ത്രീകൾക്ക് വേണ്ടിയെന്ന് വാദിച്ച് ഈ നാട്ടിൽ വൃത്തികേടുകൾ മാത്രം സംസാരിക്കുന്ന കുറച്ച് പേരെ ഞാൻ കടന്നാക്രമിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഷയാണ്. അവരെ സ്ത്രീകളായിട്ട് പോലും ഞാൻ കാണാറില്ല. സ്ത്രീ എന്ന് പറയുന്ന പദത്തിനൊക്കെ ഒരു ഭയങ്കര അർത്ഥമുള്ളതാണ്. അത് ഇപ്പം എൻ്റെ ഭാര്യ, എൻ്റെ 2 പെൺമക്കൾ, അവരൊക്കെ എൻ്റെ കൂടെ ജീവിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ എന്താണ് എൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് എന്താണ്, ഇതൊക്കെ അപ്പോൾ അവൾക്കറിയാം. അവളെ അസൂയോട് നോക്കി കാണുന്ന മറ്റുള്ളവർക്കും അറിയാം. ഈവൻ ഞങ്ങൾ റീൽസിൽ പോലും കാണാറുണ്ട്. റീൽസിൻ്റെ 10 ഇരട്ടിയെ അടിപൊളിയായിരിക്കും വീടിനുള്ളിൽ. ഇത് വല്ലപ്പോഴും നമ്മൾ ചിലപ്പം ഒരു നേരം പോക്കിനൊരു കണ്ടന്റ് എടുത്തിടുന്നതല്ല, ഇതൊന്നും ക്രിയേറ്റ് ചെയ്യുന്നതല്ലല്ലോ. എൻ്റെ വീട്ടിലെ CC ക്യാമറകൾ എടുത്ത് വെച്ച് പരിശോധിച്ച് നോക്ക്. നിങ്ങൾക്കൊരു 100,000 ബിഗ് ബോസ് എപ്പിസോഡുകൾ നിങ്ങൾ കണ്ട് ഹിറ്റടിച്ചിട്ടുള്ള മൊമെൻറ്റുകളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അത്ര രസമായിട്ടാണ്. ഞാൻ ഒരു 2-3 ദിവസം പോകുന്ന അവിടെ പിള്ളേരുമായിട്ട് കിടന്ന് കുത്തിമറിഞ്ഞിട്ട് അപ്പം പിള്ളേർ തന്നെ ചോദിച്ചു, അച്ഛൻ കള്ള് കുടിച്ചിട്ടാണ് തോന്നുന്നു ഇന്നലെ വന്നത്. ഞാൻ ഇവിടെ കിടന്ന് നമ്മൾ കിടന്ന് ഇടിയും പിഴക്കൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അവൾക്കൊരു സംശയം, ഇത്രയും സ്നേഹം കാണിക്കേണ്ട കാര്യം കള്ള് കുടിച്ചിട്ടുണ്ടായി. അപ്പം അങ്ങനെ നമുക്ക്, എൻ്റെ മക്കളുമായിട്ട് ഞാൻ അങ്ങനെയാണ്. ഞങ്ങളത്ര അടിപൊളിയായിട്ടാണ് കടന്നു പോകുന്നത്. എൻ്റെ അമ്മൂമ്മയടുത്ത് ഞാൻ വലിയ കമ്പനിയാണ്. എൻ്റെ അമ്മൂമ്മയെ ഞാൻ സരസു എന്ന് വിളിക്കുമ്പോൾ അതിനൊരു സ്നേഹമുണ്ടെന്നുള്ള കാര്യം എൻ്റെ നാട്ടുകാർക്കും അമ്മൂമ്മയ്ക്കും അറിയാം. അതുപോലെ തന്നെ പുറത്തുള്ള സ്ത്രീകളെടുത്ത് വലിയ രീതിയിൽ അവരെ റെസ്പെക്ട് ചെയ്യുന്നൊരു വിഭാഗമാണ് ഞാൻ. പക്ഷേ സ്ത്രീ ആയിരിക്കണം. സ്ത്രീ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ആദ്യം ഈ ഫെമിനിസം എന്ന് പറയുന്ന അതിൻ്റെ പോലും അർത്ഥം തിരിച്ചറിയാൻ വയ്യാതെ. അതെ. അടുത്തത് അഖിൽ മാരാർ സംഖ്യയാണ്. പക്ഷെ ആണെന്നിരിക്കെ ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ എന്താ പറയുക, അത് സമ്മതിച്ചാൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് കോട്ടം തട്ടും എന്നുള്ളത് കൊണ്ട് ആണ് 2020 ചേർന്നത്. ഇതാണ് ചോദ്യം. അങ്ങനെയാണോ ശരിക്കും? ഇത് ഞാൻ കോൺഗ്രസ് നിൽക്കുമ്പോഴും ഞാൻ സംഖ്യയായിരുന്നു. കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരെ ചതിച്ചിട്ട് ഇതിനായിട്ട് വന്നെന്ന്. ഒന്ന്, ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമല്ല. 2, ഞാൻ ഈ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്ന സമയത്തും ഇതേ കക്ഷികൾ എന്നെ അന്നും സംഖ്യ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഖ്യ വിളിക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് മാറ്റമൊന്നുമില്ല. അത് ഞാൻ കാലങ്ങളായിട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഇവർ സംഖ്യ എന്ന് വിളിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഞാൻ സുല്ലേട്ടനായിട്ട് കൊടുത്ത ഇൻ്റർവ്യൂ തന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരെയും കൂടെ പിടിച്ചങ്ങ് വർഗീയവാദിയാക്കാൻ നടക്കാതിരിക്കുക. ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും ആ രാഷ്ട്രീയ പാർട്ടിയിൽ ശരി ചെയ്യുന്നവരും തെറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അന്ന് കരുതി ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നവരെല്ലാം ഒരേ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നതെന്ന് നിങ്ങളങ്ങ് തീരുമാനിക്കേണ്ട. ഞാൻ എന്തുകൊണ്ടാണ് BJPയിൽ ചേരാത്തതെന്നും എന്തുകൊണ്ടാണ് 2020 ചേർന്നതെന്നും എനിക്ക് വ്യക്തമായ ബോധ്യം. എനിക്ക് എൻ്റെ നാടിന് വേണ്ടിയിട്ട് പരമാവധി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുക എന്നുള്ളതാണ്. BJPയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. BJPയിൽ എന്നെപ്പോലെ ഒരാളെ അവർക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. 2020 എന്നെ ആവശ്യം ഉണ്ടാകുമെന്നുള്ള എൻ്റെ തോന്നൽ. ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാനും എനിക്ക് കുറച്ചും കൂടെ സ്പേസ് കിട്ടും. അപ്പം ഞാൻ നോക്കുന്നത് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരം ഒരുക്കി തരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കുക. അപ്പം ഞാൻ നാടിന് വേണ്ടി പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടിയും വളരും. എൻ്റെ പാർട്ടി വളരുമ്പോൾ എൻ്റെ മുന്നണി വളരും. അത്രയേ ഉള്ളൂ രാഷ്ട്രീയം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നതല്ലേ നമ്മുടെ രാഷ്ട്രീയം. അതിന് അവസരം തരുന്ന ആൾക്കാരോട് പ്രവർത്തിക്കുന്നു. അത് BJP ചിലപ്പം BJP എനിക്ക് തന്നേനെ. BJP തന്നാലും ഞാൻ വർഗീയവാദിയാവും. ഞാൻ BJP പ്രവർത്തിച്ച് ഞാനങ്ങനെ വർഗീയവാദിയാവുന്നേ? ഞാൻ ഒരിക്കലും വർഗീയവാദിയാവത്തില്ല. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ഇവിടുത്തെ ഏത് വർഗീയവാദിയാണ്? ഈ കേരളത്തിലെ ഏതൊരാളാണ് ഈ സംസ്ഥാനത്തെ മറ്റു ഇതര മതസമുദായത്തിന് എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്?
ഇത് മറ്റുള്ളവരുടെ ഭയമാണത്. അതായത് എന്നോ ഒരിക്കൽ ഗുജറാത്തിൽ നടന്നൊരു പ്രശ്നം ഇനിയും ഞങ്ങൾക്ക് നടക്കുമെന്നും എന്നോ ഒരിക്കൽ എവിടെങ്കിലും നടന്നൊരു പ്രശ്നത്തെ വെച്ചിട്ട് അങ്ങ് ഭയപ്പെട്ട് ബാക്കിയുള്ള സകല ഹിന്ദുക്കളെയും ബാക്കിയുള്ള ആൾക്കാരെയും വർഗീയവാദി എന്നങ്ങ് വിളിച്ചാൽ നമ്മളങ്ങ് വർഗീയവാദിയാവൂ. നിങ്ങളിനി എത്ര വർഗീയവാദി എന്ന് വിളിച്ചാലും വിളിക്കുന്നത് രാവിലെ ഒരുത്തൻ എന്നെ തെറിയും വിളിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഞാനൊരു ഉമ്മയും തിരിച്ച് റിപ്ലൈ കൊടുത്തു, ഒരു ഹഗ്ഗും കൊടുത്തു. അപ്പോൾ അവൻ ചോദിച്ചു നാണമുണ്ടോ എന്ന്. നീ എന്നെ തെറി വിളിച്ചു, ഞാൻ നിനക്ക് തിരിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വരാൻ പ്രശ്നം തീർന്നില്ലേ? എന്നെ നീ വർഗീയവാദി എന്നോ നീ സംഗീതം വിളിച്ചോ, ഞാൻ നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന സഹോദരാന്ന്. അത്രേ ഉള്ളൂ. മറുപടി കൊടുക്കാനില്ല. ഞാൻ അവനെ സഹോദരാന്നേ വിളിക്കും. എനിക്കവൻ വർഗീയവാദി അല്ലല്ലോ, എനിക്കവൻ മനുഷ്യനാണല്ലോ. എനിക്കവൻ എൻ്റെ നാട്ടുകാരൻ, എൻ്റെ പ്രിയപ്പെട്ട മലയാളി, അവൻ എൻ്റെ ഇതര മത സമുദായത്തിൽ പ്രവർത്തിക്കുന്നൊരുത്തൻ, അവൻ എൻ്റെ സഹോദരൻ. അവന് ഞാൻ തങ്കിയാവുന്നത് അവനും വർഗീയവാദി ആയതുകൊണ്ടാണ്. പക്ഷെ ഞാൻ അവനെ അങ്ങനെ വിളിക്കത്തില്ല. അതെ, ശരി. എന്നിരുന്നാലും ഇപ്പം ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, അതായത് എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഈ ഒരു സംഖ്യ അല്ലെങ്കിൽ ഈ വർഗീയവാദി അങ്ങനെയൊക്കെ പറയാനുണ്ടായ ഒരു റീസൺ? അല്ല, രാഷ്ട്രീയത്തിൽ മതം കടന്നു വന്നപ്പോഴത്തേക്ക് മതത്തിന്റെ സ്വാധീനം പൊതുവെ കേരളത്തിൽ വലിയ കൂടുതലാണ്. പ്രത്യേകിച്ച് ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മതമാണ് മുസ്ലിം മതം. അപ്പം അവരുടെ ഐക്യം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്താലും പലപ്പോഴും ഈ തെറ്റിനെ ഇവർ മതത്തിന്റെ പേരിൽ ന്യായീകരിച്ചു കൊടുക്കും. ഹിന്ദുക്കളെ സംബന്ധിച്ച് ശരി ചെയ്താൽ പോലും ന്യായീകരിക്കത്തില്ല. ഇവൻ ഒരു അഖിൽമാരാർ കൊട്ടാരക്കരയിൽ നിന്ന് വളർന്നു വരാൻ ശ്രമിച്ചാൽ എന്നെ ആദ്യം ഒതുക്കാൻ നോക്കുന്നത് എൻ്റെ നാട്ടുകാർ, അല്ലെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാരായിരിക്കും. അത് പൊതുവെ അങ്ങനെയാണ്. എൻ്റെ പേര് ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഹിന്ദുവിന് അങ്ങനൊരു ഗുണമുണ്ട്. കൂട്ടത്തിലൊരുത്തൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ എങ്ങനെയും പണിഞ്ഞു കിടത്താൻ വേണ്ടി നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ മുൻകൈ എടുക്കുക. അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരുത്തൻ്റെ കൂട്ടും പിടിക്കും. പക്ഷെ മറ്റേവരങ്ങനല്ല. അവരുടെ കൂട്ടത്തിലുള്ള ആൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെ പോകും. ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ മില്യൺസ് ഫോളോവേഴ്സുള്ള ഇസ്ലാം മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് എത്ര എളുപ്പത്തിൽ ഇത്ര പിന്തുണ കിട്ടുന്നത്? ആ കലാരംഗത്തേക്ക് അവർ വന്നോട്ടെ, കായിക രംഗത്തേക്ക് അവർ വന്നോട്ടെ, അവരുടെ സമുദായം അവർക്ക് അത്രയേറെ പിന്തുണയും സപ്പോർട്ടും സ്നേഹവും കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരികയാണ്. അത് അടിപൊളി കാര്യമല്ലേ? അതിന് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൃത്തികെട്ടനാവും. ഞാൻ പക്ഷേ അതേസമയം എൻ്റെ ആൾക്കാരോട് പറയും, നിങ്ങളും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ രക്ഷപ്പെടുത്തും. അത് വർഗീയവാദമല്ല. ഞാനൊരു ഹിന്ദുവിനോട് പറയുകയാണ്, നിങ്ങൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് കണക്ക് ഒപ്പമുള്ളവനെ സംരക്ഷിച്ച് ഒപ്പമുള്ളവനെ അവന് വേണ്ടിയിട്ട് സംസാരിച്ച് കഴിവുള്ളവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യൂ. ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് നല്ല കാര്യത്തിന് വേണ്ടി കേട്ടോ, അല്ലാതെ മറ്റുള്ളവനെ അടിക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ല. ഞാൻ നല്ലൊരു കാര്യത്തിന് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. പക്ഷേ അത് ഹിന്ദുവായ ഞാൻ പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയാവും. അവിടെയാണ് കുഴപ്പം വരുന്നത്. എന്നിട്ട് ഞാനിനി മതേതരവാദി ആകണമെന്നുണ്ടെങ്കിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ അവരെ തള്ളിപ്പറയണം. എന്നിട്ട് ഞാൻ പാലസ്തീനെ അനുകൂലിക്കണം. എന്നിട്ട് ഞാൻ ഇപ്പോഴത്തെ വിഷയത്തിൽ ഇറാനെ അനുകൂലിക്കണം, ഖമനിയെ അനുകൂലിക്കണം. അപ്പോൾ ഇവിടെ കുറേ പേര് പറയും പുള്ളി മതേതരവാദി എന്ന് പറയും. അതായത് എൻ്റെ ഒപ്പമുള്ളവനെ തള്ളിപ്പറഞ്ഞ്, എൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ്, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയുന്നത് മാത്രമല്ല അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയും വേണം. അപ്പോഴേ ഞാൻ അവർക്ക് മതേതരവാദിയായി മാറത്തുള്ളൂ. നേരെ തിരിച്ച് എൻ്റെ കൂട്ടത്തിലുള്ളവരത്തിന് വേണ്ടി സംസാരിച്ചാലും ഞാൻ വർഗീയവാദിയായി മാറുന്നു. അവൻ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഞാൻ വർഗീയവാദിയായി മാറുന്നു. എല്ലാവരെയും ഒരുപോലെ കണ്ടുകൂടെ എന്ന് പറഞ്ഞാൽ അതും വർഗീയവാദിയായി മാറുന്നു. ഇസ്രായേലിനെയും പാലസ്തീനെയും കാണുന്നത് പോലെ തന്നെ ഉക്രൈനെയും റഷ്യയെയും അല്ലെങ്കിൽ നൈജീരിയയിൽ പടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളെയും സൊമാലിയയിൽ പടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളെയും ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും ഹിന്ദുവിനെയും അവൻ വെടികൊണ്ട് വീഴുവാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങൾക്ക് ഒരുപോലെ കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ ഞാൻ കുഴപ്പക്കാരനായി മാറുന്നു. അപ്പം നീ പാലസ്തീന് വേണ്ടി മാത്രം ഞാൻ കരഞ്ഞാൽ ഞാൻ മിടുക്കാൻ, ഞാൻ ഈ നാട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ടവനായി മാറുന്നു. കാണുന്നവരുടെ കണ്ണിലാണ് ആക്ച്വലി അങ്ങനൊരു സിസ്റ്റം ഇവിടെ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടമായി വന്ന് ആക്രമിച്ചാൽ, കൂട്ടമായി വന്ന് തെറി വിളിച്ചാൽ, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ ചെയ്യുന്നൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഈ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെടുമെന്നും ഇത് ഒരുപാട് ആൾക്കാർക്കിടയിൽ ചിന്തിക്കാനുള്ള കാരണമായി മാറുമെന്ന് ഇവർക്ക് അറിയാൻ പറ്റും. ഇവർ നേരെ എതിർത്തുകൊണ്ട് പോയി ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലിടും. അപ്പം ഒരു 100-200 കമൻറ്റുകൾ ഒറ്റയടിക്ക് വന്നിട്ട് ഈ നെഗറ്റീവ് കമൻറ്റ്സ് വീഴും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോസ്റ്റ് വായിച്ചിട്ട് ഇത് ശരിയെന്ന് തോന്നുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ ഈ പോസ്റ്റ് വായിച്ചിട്ട് എന്നെ അനുകൂലിക്കണമെന്ന് തോന്നുന്ന ഒരുത്തൻ ഈ കമൻറ്റ് ബോക്സിലേക്ക് വരത്തില്ല. അതെന്താ കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ റോഡ് സൈഡിൽ നമുക്ക് കുറച്ച് മുല്ലപ്പൂ വിൽക്കണം. നമ്മൾ ഈ മുല്ലപ്പൂ വിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു ഭാഗത്തേക്ക് പോകുമ്പം അവിടെ കുറേ ആൾക്കാർ വന്നിരുന്നിട്ട് വഴി മൊത്തം അപ്പിയിട്ട് വെച്ചേക്കുക. ഇതിൻ്റെ നാറ്റം കാരണം നമ്മൾ അവിടോട്ട് പോയിട്ട് നമ്മൾ വരിക, ഇത്രയും നാറ്റത്തിൻ്റെ ഇടയ്ക്ക് നല്ല മണമുള്ള മുല്ലപ്പൂ കൊണ്ട് വെച്ച് വിറ്റിട്ട് ഈ മുല്ലപ്പൂവിൻ്റെ മണം എല്ലാവരും ആസ്വദിക്കത്തില്ല. അത്രയും നാറ്റത്തിൻ്റെ ഇടയിൽ ഈ മുല്ലപ്പൂവിൻ്റെ മണം ആരും കാണത്തില്ല. അപ്പോൾ ഒരുത്തനും പോയി ഇതിൻ്റെ ഇടയ്ക്ക് മുല്ലപ്പൂ കച്ചവടം ചെയ്യാൻ മെനക്കെടത്തില്ല. അവൻ നല്ലൊരു സ്ഥലം തേടി വേറെ പോകും. അതുപോലെയാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. പലപ്പോഴും
കൂട്ടമായിട്ട് വന്നിട്ട് ഇവൻ്റെ വൃത്തികേടുകൾ എഴുതി വെക്കാൻ വേണ്ടി മറ്റൊരുവൻ്റെ കമൻറ്റ് ബോക്സിൽ ഇവൻ ഉപയോഗിക്കുമ്പോൾ ഇതിൽ ബോധമുള്ളവർ മിണ്ടാതെ മാറും. ഇവൻ്റെ വിചാരം അഖിൽമാരാർക്ക് അല്ലെങ്കിൽ ഇത് പറയുന്ന ആൾക്ക് ഹേറ്റ് വന്നു, നെഗറ്റീവ് വന്നു. എവിടാ ഇത്? ഈ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ഇത് കണ്ട് അവനെ തെറി വിളിച്ച് ഇവൻ മൂലം ഇവൻ്റെ മതത്തിൽപ്പെട്ടവർക്കും കൂടെ ആവശ്യമില്ലാതെ തെറി കിട്ടുവാണ്. എന്നെ വന്ന് തെറി വിളിക്കുന്ന 60 പേര് 70 പേരുടെ എണ്ണം നോക്കുമ്പോൾ എല്ലാം ഇസ്ലാം നാമധാരികൾ. സ്വാഭാവികമായിട്ടും ആൾക്കാരെന്ത് വിചാരിക്കും, ഓ അഖിലിന് ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ഒന്ന് തെറി വിളിക്കാമെന്നല്ലോ, ഈ മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെ ആണല്ലോ എന്നുള്ള ചിന്ത ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇവനാണ്. ഇവൻ ആരെയാണ് അപ്പോൾ അപമാനിക്കുന്നത്? ഇവൻ്റെ മതത്തിൽപ്പെട്ടവരെയാണ്. ഇവൻ്റെ മതത്തെ ഇവൻ്റെ ഈ വൃത്തികേട് കാരണം അപമാനിക്കുകയാണ്. അപ്പം ഇവരെ ആരാ തിരിച്ചറിയേണ്ടത്? അവരുടെ കൂട്ടത്തിൽ മാനവ മര്യാദയ്ക്ക് നടക്കുന്ന ആൾക്കാർ. അവൻ വന്ന അടിയിലൊരു റിപ്ലൈ കൊടുക്കണം, എടാ നീയൊക്കെ കാരണം ഞങ്ങളെ കണക്ക് മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് ഈ നാട്ടിൽ പ്രശ്നമാണ്. അവൻ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞാൽ എന്നെ വീണ്ടും മറിയാൽ മതിയാണ്. അതെ അതെ, നല്ലതും പറയാൻ വയ്യ ചെയ്തത്. ഇതിനിടയ്ക്ക് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പൊങ്ങി വരാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ഞാൻ ചെക്ക്. പണ്ട് ഒരു റേഷൻ കടയിൽ അരി കടത്തിയത് ഞാൻ കുറച്ച് കഥ വിശദീകരിച്ചായിരുന്നു. അതൊന്ന് പറയാമോ? അല്ലല്ല, അതായത് ഞാൻ ഈ നാട്ടിലുള്ള സമയത്ത് നാട്ടിൽ എവിടെ തെറ്റ് കണ്ടാലും അവിടെ എല്ലാം പോയി ഇടപെടുന്ന ഒരുത്തനാണ് ഞാൻ. ഒരിക്കൽ രാത്രി ഞാനിതാണ് കിടന്നപ്പോഴത്തേക്ക് നാട്ടിലെ അവിടെ ഒരു റേഷൻ കട ഗോഡൗണാണ്. ഈ ഗോഡൗണിൽ നിന്ന് അരി കടത്തി. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് വന്നിട്ട് രാത്രി 1 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇവനെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചു കൊണ്ട് പോവുക ഇത് പൊക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് സംഭവം ലോറിക്കകത്ത് ഈ സാധനം കടത്തി വിട്ടു. ഞാൻ അപ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്ത് അന്ന് റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് എപ്പോഴേ വർഷമാണ്. അപ്പോൾ അവനെയും വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടാ, ചിലപ്പം എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് നടക്കും, അതുകൊണ്ടാണ് ഈ പത്രക്കാരെ വിളിച്ച് പറഞ്ഞത്. അപ്പം ഇത് അതിനകത്ത് പാലത്തിന് ഇപ്പുറത്ത് വെച്ച് ഈ വണ്ടി പോലീസ് പിടിച്ചു. വെളുപ്പിനെ എന്നെ നമ്മളെ നാട്ടിൽ കുടിക്കുന്ന ശേഷം വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കാണണം. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഗോഡൗണിൻ്റെ മുതലാളി അവിടെ ഇരിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്നോട് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വിഷമങ്ങൾ പറയുക. ഇദ്ദേഹത്തിൻ്റെ വിഷമം കേട്ടപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, എൻ്റെ ധാരണ ഈ നാട്ടിലെ പാവങ്ങൾക്ക് കിട്ടേണ്ട 350 ചാക്ക് 350 ടണ്ണോ എത്രയോ, എന്തായാലും ഒരു വലിയ ലോറിക്കകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും അരി നാഷണൽ പെർമിറ്റ് ലോറിക്കകത്ത് കേരളത്തിന് പുറത്തേക്ക് കടത്തുകയാണ് ഈ സാധനം. ഇത്രയും അരി പിടിച്ച് സർക്കാരിലേക്ക് തിരിച്ച് കണ്ടുകിട്ടിയ വലിയ നന്മയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മിടുക്കനായ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ കൈയടിയൊക്കെ എഴുതിയിരിക്കുന്ന ഞാൻ ആ നിമിഷം കേൾക്കാൻ തുടങ്ങുന്ന കാര്യം, ഈ പുള്ളി ഇരുന്നിട്ട് പറയുക, അഖിൽ കാരണം ഒരു 500 മനുഷ്യൻ്റെ ജീവിതമില്ലാതായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇങ്ങനെ, എൻ്റെ ഗോഡൗൺ അടച്ചു. ഈ കള്ളത്തരം കാണിച്ചതിൻ്റെ പേര് ഗോഡൗൺ രാവിലെ പൂട്ടി. അവിടെ ജോലി ചെയ്ത ആൾക്കാരെല്ലാം ജോലി പോയി. ഒരു 19 ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ അത്രയും പേരുടെയും ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ 80 ഇൻറ്റു മിനിമം 3 പേരടങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ 240 പേരുടെ കുടുംബത്തിൽ പട്ടിണിയായ അവിടെ ഒരു ലോറിക്കാർ, അതായത് ഒരു ദിവസം ഈ ചാക്കം കൊണ്ട് പലയിടത്ത് പോകുന്ന ഗോഡൗണിൽ വരുന്ന ലോറിക്കാർ പല ആൾക്കാരുണ്ട്. ഇത്രയും ലോറിക്കാർക്ക് നാളെ തൊട്ട് തൊഴിലില്ലാതായി. തൊട്ട് വെളിയിൽ കട നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുന്ന സരോജിനിയുടെയും ഭർത്താവിൻ്റെയും കുടുംബം നാളെ തൊട്ട് പട്ടിണിയാണ്. കാരണം ഇത്രയും ലോറിക്കാരും ഇത്രയും തൊഴിലാളികളും വൈകുന്നേരം പോയി ചായയും തട്ടുകടയിൽ പോയിരുന്ന് കഴിക്കുന്നതും കൊണ്ട് അവരും ജീവിക്കുന്നുണ്ടായിരുന്നു. അതും അഖിലില്ലാതാക്കി. അങ്ങനെ എന്നിട്ട് ഇനി റേഷൻ കടക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. അവർക്ക് ഈ ചെറിയ റേഷനൊന്നും വിറ്റാൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് എന്തെങ്കിലും കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ റേഷൻ അരി, ഇത് നമ്മുടെ റേഷൻ കടയിലേക്ക് വരേണ്ട റേഷൻ അരിയാണ്, അവനിത് സാധാരണക്കാരന് കൊടുക്കേണ്ടതാണ്. അപ്പം ഇത് പുള്ളി മൊത്തത്തിലൊരു റേറ്റിൽ വെളിയിലേക്ക് മറിച്ച് വയ്ക്കും. അപ്പോൾ സപ്പോസ് 1 കിലോയ്ക്ക് 2 രൂപയ്ക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഒരു റേഷൻ കടയിലേക്ക് വരേണ്ട ഒരു 50 കിലോ അരിയുടെ ഒരു ചാക്കാണെന്നുണ്ടെങ്കിൽ ഈ 50 കിലോ അരിക്ക് 5 രൂപ വല്ലതും ഇട്ടിട്ട് ഇദ്ദേഹം ഈ റേഷൻ കടക്കാർക്ക് ഈ പൈസയും കൊടുക്കും. റേഷൻ കടയിലേക്ക് ഒരു 10 ചാക്ക് അരി വേണം, അത് അവിടേക്ക് കൊടുത്ത് റേഷൻ കടക്കാരൻ കടത്തത്തില്ല. നേരിട്ട് തന്നെ ഇദ്ദേഹം തന്നെ, ഇതിന്റെ മുതലാളി തന്നെ എന്ത് ചെയ്യും, ഈ 10 ചാക്ക് അരി പുറത്തേക്ക് കടത്തും. അതെവിടാ പോകുന്നത്? റൈസ് മില്ലുകളുണ്ട്. നമ്മളെ മില്ലുകളിൽ പോയി ഇത് പൊടിച്ചിട്ടാണ് നമുക്ക് കാണുന്ന പല അരിപ്പൊടി, മറ്റേ ഗോതമ്പ് പൊടി, ഈ സാധനങ്ങൾ വരുമല്ലോ, ഇത് പൊടിയായി നമ്മുടെ അടുത്തേക്ക് കച്ചവടത്തിലേക്ക് എത്തും. അപ്പം അങ്ങനെ, അതായത് ഒരു ഗോപാല നിനക്കുള്ള ഒരു 10 ചാക്ക് റേഷൻ്റെ അരി ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ എത്രയാണെന്ന് വെച്ചാൽ, അപ്പം ചിലപ്പം 1 ചാക്ക് റേഷൻ, ഇത് ചിലപ്പോൾ സൗജന്യമായിരിക്കുമല്ലോ, ചിലപ്പം ഞാൻ പറഞ്ഞത് 2 രൂപ വെച്ച് കൂട്ടിയാൽ മതി, 1 ചാക്കിന് 100 രൂപ ആയിരിക്കും കൊടുക്കുന്നത്, 10 ചാക്കിന് 1000 രൂപ. അങ്ങനെ പലപ്പോഴായിട്ട് വരുമ്പോഴത്തേക്ക് ഈ റേഷൻ കടക്കാരൻ ജീവിക്കാനുള്ളൊരു തുകയുമായി. അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയാണ് ഇന്നാട്ടിൽ ഇത്രയും അഴിമതി നടന്നുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ കടയിൽ പോയി റേഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇവന് ഈ കള്ളം കാണിക്കാൻ പറ്റത്തില്ല, റേഷൻ കടക്കാരന് ഈ കള്ളം കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ റേഷൻ കടക്കാരൻ എന്തോ ചെയ്യും, നമ്മൾ അരി മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് പുഴുത്ത് നാറിയ കുറച്ച് സാധനം എടുത്ത് നമ്മളെ ഫ്രണ്ടിലോട്ട് നീട്ടും. അപ്പം നമ്മൾ പറയും, ഓ ഏത് കാളയാവോ പുല്ലല്ല, അതുപോലെ മനപ്പൂർവ്വം ഇതത്ര മോശമല്ലായിരിക്കും. പക്ഷേ ഈ പുഴുത്ത് നാറിയത് കാണിക്കുമ്പോൾ നാച്ചുറലി എനിക്ക് സാമാനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവൻ പോവും. ഇതെല്ലാം മാറ്റിയത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്.
അങ്ങനെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് അന്നത്തെ ഇഷ്യൂ. വിഷയങ്ങൾ. അതുകൊണ്ട് എനിക്കിതൊന്നല്ല കേട്ടോ. എനിക്കിപ്പം പഞ്ചായത്തിൽ കക്കൂസ് കൊടുക്കുന്നത്, കുളിമുറി കൊടുക്കുന്നത്, കിണർ കൊടുക്കുന്നത് തൊട്ട് ഒരു നാട്ടിൽ എവിടൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ താഴെ തട്ടിൽ നടന്ന കള്ളത്തരങ്ങളുണ്ടോ ഇതൊക്കെ എനിക്കറിയാം. ഞാൻ ഇതിലെല്ലാം ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. അതേ കണക്ക് ഒരു വില്ലേജ് ഓഫീസിൽ, ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ, മറ്റ് താലൂക്ക് ഓഫീസിൽ, ഇവിടെ എല്ലാം നടക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ പാറമടകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കാണിക്കുന്ന കള്ളത്തരങ്ങൾ, വ്യാജ കോറി ലൈസൻസ് പാസ്സാക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപകൾ, ഇതെന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. ഇത് ഇടപെടണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് കയറി ഇവന്മാരെ ഇടപെട്ട് ഞാൻ എനിക്ക് തലക്കടിയിൽ നിന്നവന്മാർ എന്നെ കൊല്ലത്തില്ലേ? അതിനുവേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഒരു ധൈര്യത്തിന്, ഒരു നിലനിൽപ്പിന്. ഇത് ഒറ്റയ്ക്ക് ചോദിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാനിത് ഒറ്റയ്ക്ക് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ചോദിച്ചവനാ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം. കാര്യം എന്തുകൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്കും എനിക്ക് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ കേൾക്കും. അപ്പം ജനങ്ങളായിരുന്നു എൻ്റെ ധൈര്യം. ആ ജനങ്ങളുടെ ധൈര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ തുറന്ന് സംസാരിച്ചത്. ഇനി അതൊരു അധികാരപരമായ രീതിയിൽ കിട്ടിയാൽ, നിയമസഭയിലോ മറ്റൊരു സ്ഥലത്തോ പോയി സംസാരിക്കാൻ അവസരം കിട്ടിയാൽ അതിന് കുറച്ചും കൂടെ പവർ കൂടും. എനിക്ക് കുറച്ചും കൂടെ ധൈര്യമായിട്ട് ഇടപെടാനും പറ്റും. ഞാൻ പറയുന്നത് കേൾക്കാൻ മറ്റൊരുവൻ തയ്യാറാവുകയും ചെയ്യും. അതിനുവേണ്ടി മാത്രമാണ് രാഷ്ട്രീയം എനിക്ക് എടുത്തത്. ഇപ്പോൾ അഖിലേട്ടൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷറി ജീവിതം നയിക്കുന്ന ഒരാളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് സാധാരണക്കാരനായ ഒരു വോട്ടർ ആളുടെ കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതാണ് അടുത്ത ചോദ്യം. ഞാൻ ജനിച്ചു വീണത് ഏതാണ്ട് സ്വർണ്ണത്തളികയിലാണ്. അങ്ങനെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് എന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് ബെൻസ് അല്ലെങ്കിൽ BMW വണ്ടിയിലും, പിന്നെ ഒരു 10,000 ഇങ്ങനെയൊക്കെ ഇതൊക്കെ. ഞാൻ ഇന്നൊരു 4 വർഷം മുന്നേ ആത്മഹത്യയുടെ വക്കിൽ നിന്ന ഒരുവൻ ജീവിതത്തിൽ സ്വന്തമായി വീടോ വസ്തുവോ കുടുംബമോ ഒന്നും ഇല്ലാതെ 10ാം ക്ലാസ് വരെ കഴിഞ്ഞതിന് ശേഷം ഒരു 800 സ്ക്വയർ ഫീറ്റ് ഓടിട്ട വീട്ടിൽ അവിടെ നിന്ന് തുടങ്ങി ഈ നാട്ടിൽ നിന്ന് കേൾക്കേണ്ട പരിഹാസം, രക്ഷപ്പെടണമെന്നും നാട്ടിൽ ആരെങ്കിലുമൊക്കെ അറിയപ്പെടുന്ന ഒരാളാകണമെന്നുമുള്ള ഒരൊറ്റ ആഗ്രഹം ആ സമൂഹത്തോട് പറഞ്ഞതുകൊണ്ട്, സിനിമാക്കാരനാകണമെന്നൊരു നാട്ടിൻ പ്രദേശത്ത് നിന്ന് പറഞ്ഞുകൊണ്ട്, ഒരു ഗോഡ് ഫാദർ പോലും ഇല്ലാതെ, ഒരാളും സഹായിക്കാനില്ലാതെ, സകല ആൾക്കാരെയും എതിർത്ത്, സകല ആൾക്കാരെ മുന്നിൽ അഹങ്കാരിയെ പോലെ നിന്ന്, വ്യക്തിത്വം പണയം വെക്കാതെ പറയാനുള്ളത് പറഞ്ഞ് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നും ആയിരുന്നില്ല. അങ്ങനെ സഞ്ചരിച്ച് എത്തിയവൻ ജീവിതത്തിൽ പണമുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് നിലനിൽപ്പുള്ളെന്നും പണമാണ് നിനക്കൊക്കെ സമൂഹം തരുന്ന വില എന്നും എന്നെ ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ പഠിപ്പിച്ചതിന് ശേഷമാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടും ആഗ്രഹത്തിന് വേണ്ടിയിട്ടും ചിലരോടുള്ള വാശിക്ക് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തത്. ഒരു ലക്ഷറി ലൈഫും അല്ല യഥാർത്ഥത്തിൽ നമ്മൾ നയിക്കുന്നത്. ലക്ഷറി എന്ന് പറയുന്ന വാഹനങ്ങൾ ഞാൻ സ്വന്തമാക്കിയത് എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് തന്നെ എൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുമോ, എനിക്ക് ഇത്തരം ലക്ഷറികൾ മെയിൻറ്റെയിൻ ചെയ്യാനോ ഇതുമായി മുന്നോട്ട് പോകാനോ എനിക്ക് താല്പര്യമില്ല. ഞാനിത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ഞാൻ വിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോൾ മിനി കൂപ്പർ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വിറ്റു. ഞാൻ ബെൻസും വിൽക്കാൻ തയ്യാറാണ്, എൻ്റെ ബൈക്കും വിൽക്കാൻ തയ്യാറാണ്. പക്ഷേ രാഷ്ട്രീയത്തിലോ മറ്റോ ഒന്നുമില്ലാതെ ഞാനിത് വിറ്റാൽ എന്നെ നാട്ടുകാർ മൊത്തം എന്ന് പറയും, ഇപ്പം തെണ്ടി തിരിഞ്ഞ് നടക്കുവാടേ, ഇപ്പം എല്ലാം വിറ്റ് ഇപ്പം മൊത്തം ബിഗ് ബോസും കഴിഞ്ഞ് ഇപ്പം ഒന്നാം പറയണ്ട അളിയാ അടിപൊളി സംഭവം. ചിലപ്പോൾ ഞാൻ ഇത് വിറ്റിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടേക്കായിരിക്കും. അപ്പം പക്ഷേ എൻ്റെ കുഴപ്പം എന്താ, ഞാനിത് വിറ്റ് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവനാണെന്ന് ആൾക്കാർ പറയുമ്പോൾ ഇവ എനിക്ക് അഭിമാനം തരത്തില്ല. ഞാൻ ഇവൻ്റെ മുന്നിൽ എൻ്റെ വ്യക്തിത്വം പണയം വെച്ചവനെ പോലെയോ അഭിമാനം നഷ്ടപ്പെട്ടവനെ പോലെയോ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തവനെ പോലെയോ ജീവിക്കേണ്ടി വരുമ്പം എൻ്റെ ജീവിതത്തിൽ എനിക്കതൊരു ഒരു സംതൃപ്തി തരത്തില്ല. അപ്പം ഞാൻ സക്സസ് ആണെന്ന് കാണിക്കണമെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി എൻ്റെ അടുത്ത അച്ചീവ്മെൻറ്റ് കാണിക്കേണ്ടി വരും. ഞാനിത് കാണിക്കുമ്പോൾ ആൾക്കാർ വീണ്ടും അഹങ്കാരമാണെന്ന് പറയും. ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ നടക്കണം. അതേസമയം ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എനിക്കെന്തോത്തിനാ ബെൻസ്, എനിക്കൊരു സാധാ വണ്ടി പോരെ, എനിക്കൊരു സാധാ ഇന്നോവ പോരെ, എനിക്ക് ട്രാവൽ ചെയ്താൽ പോരെ, എനിക്കെന്തോത്തിനാ ലക്ഷറി വാഹനങ്ങൾ, എനിക്കെന്തോത്തിനാ ലക്ഷറി ബ്രാൻഡുകൾ, ഇതിനൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാനെന്തിനാ പണത്തിൻ്റെ പിന്നാലെ നടക്കുന്നത്? എനിക്ക് ഈ പണം എന്ന് പറയുന്നത് എനിക്ക് ജീവിക്കാൻ ഇന്നും കുടിച്ച് എനിക്ക് കടന്നു പോകാൻ പറ്റുന്ന കാര്യം മതി. അപ്പോൾ ഇതെല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. ഇതുണ്ടാക്കാനല്ല. ഇതുണ്ടാക്കാനാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ചെയ്യുന്ന പണി ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എനിക്ക് വയ്യ, എനിക്ക് താല്പര്യമില്ല. ഒരു കാലത്തും പൈസ കണ്ടുകൊണ്ട് ഒന്നിൻ്റെ പുറകെ പോയ ഒരാളല്ല ഞാൻ. ആക്ഷേപവും പരിഹാസവും ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നപ്പോഴും ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കണമെങ്കിലും അത്യാവശ്യ സന്തോഷം വേണമെങ്കിലും അത്യാവശ്യ സമാധാനം വേണമെങ്കിലും ഒരു സാമ്പത്തികമായ ബാക്കപ്പ് നമുക്ക് ഉണ്ടാവണമെന്നും പണമില്ലാത്തവൻ എല്ലാ കാലത്തും തെണ്ടിത്തിരിഞ്ഞ് നടന്ന് മറ്റൊരുവൻ്റെ മുമ്പിൽ അഭിമാനം നഷ്ടപ്പെട്ട് നടക്കേണ്ടി വരുമെന്നും കരുതിയത് കൊണ്ടും സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എന്നെ ഉൾപ്പെടെ വിളിക്കുന്നുണ്ട്. പലരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്, നാട്ടിലുള്ള പല ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ പണം ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് സഹായിക്കാൻ പറ്റൂ. ഒരാൾ നമ്മളെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടാണ്, ഒരു ആശുപത്രി കേസാണെന്ന് പറയുമ്പോൾ എടുത്ത വായിൽ അവനെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവന് പൈസ ഇട്ട് കൊടുക്കണം. എന്നെ വിളിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് പൈസ ചോദിക്കേണ്ട പോലും കാര്യമില്ല.
അവൻ്റെ പ്രശ്നം മനസ്സിലാക്കി അങ്ങോട്ട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് എനിക്ക് അങ്ങനെ കൊടുക്കാനുള്ള വരുമാനം എനിക്ക് ഇങ്ങോട്ട് വരുന്നതുമില്ല. മുമ്പ് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം തെളിവുകൾ ചോദിച്ചാൽ ഇത് കണക്കുള്ള നൂറുകണക്കിന് തെളിവുകൾ തരാം. ആയിരക്കണക്കിന് മനുഷ്യരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇത് ചില ആൾക്കാർ ചാരിറ്റി വീഡിയോ എടുത്ത് കണ്ടന്റാക്കി വൈറലാക്കി നടക്കുന്ന കണക്ക് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളായി ഞാൻ മാറിയേനെ. അപ്പോൾ 10,000 രൂപ വഴി വെച്ച് എണ്ണാൻ കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസർമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇതേ കണക്ക് ഞാൻ ഒരു പരസ്പരം ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് കരുതി ഞാൻ സഹായിച്ചിട്ടുള്ള സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ, സെലിബ്രിറ്റികളുടെ കാര്യം. സെലിബ്രിറ്റികളെന്ന് ഞാൻ പറഞ്ഞത് ഒരു കാലത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടവർ ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് കിടക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ വന്നവരുണ്ട്. ഒരു ആർട്ടിസ്റ്റിന് സുഖമില്ലാത്തൊരു വീഡിയോ കണ്ടപ്പം പണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അയാളുമായിട്ട് സംസാരിച്ചല്ലോ, ആ മനുഷ്യൻ്റെ അവസ്ഥ ഇന്ന് ഇങ്ങനെയാണല്ലോ എന്ന് കണ്ട് അയാളുടെ നമ്പർ എടുത്ത് അയാളുടെ നമ്പറിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ്. ഞങ്ങളമ്മ കണ്ടിട്ട് 10 വർഷമായ ഒരാളാണ്. ഞാനൊരു വീഡിയോ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ അയ്യോ കഷ്ടമായി പോയല്ലോ, ഈ മനുഷ്യൻ ഒരു കാലത്ത് ഒരുപാട് പേരെ ഇഷ്ടപ്പെടുത്തിയ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ. എങ്ങനെ പലരെയും ഒരു എത്ര പേരെ അങ്ങനെ ഇത് എണ്ണം കൂട്ടണമെങ്കിൽ ഒന്നുകിൽ പണം വേണം, 2 അധികാരം വേണം. അപ്പം എല്ലാവരെയും പണം കൊടുത്തൊന്നും നമുക്ക് സഹായിക്കാൻ ഇനി എനിക്ക് പറ്റുമെന്നും തോന്നുന്നില്ല. കാരണം അത്രയ്ക്കുള്ള വരുമാനമൊന്നും ഇപ്പോൾ എനിക്കില്ല. എനിക്ക് എൻ്റെതായ ആഗ്രഹങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടുപോകും. പക്ഷേ അപ്പം നമുക്ക് അതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് പൊളിറ്റിക്സ് നൽകിയാൽ, രാഷ്ട്രീയപരമായിട്ട് ജനങ്ങൾ അനുവദിച്ചാൽ അത് ചെയ്യാം. അതെ, ശരി. അവസാനത്തെ ചോദ്യമാണ്. അതായത് കേരളത്തിലെ തന്നെ പ്രീമിയം മണ്ഡലങ്ങളിലൊന്നാണ് തൃക്കാക്കര. അതും നിലവിൽ നമ്മുടെ സ്റ്റാൻഡിങ് MLA ആയിട്ടുള്ള ഉമാ തോമസിൻ്റെ ഒരു തട്ടകം എന്ന് പറയുന്ന ഒരിടം. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് അഖിൽ മാരാരിന് തൃക്കാക്കരയിൽ പുതുതായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല. എന്നാലും ഈ പുതിയത് വേണ്ട, ഉള്ളത് തന്നെ സംതൃപ്തികരമാവുന്ന രീതിയിൽ ജനത്തിന് കൊടുത്താൽ തന്നെ ജനങ്ങളത് ഹാപ്പിയാവും. രാവിലെ വാഹനവും കൊണ്ടിറങ്ങുന്ന ഒരുത്തൻ വൈകുന്നേരം ആകുമ്പം ജനപ്രതിനിധികളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാതിരുന്നാൽ തന്നെ അയാൾ കുഴപ്പമില്ലാത്തൊരു MLA ആണെന്ന് നമുക്ക് പറയാം. അതിനേക്കാൾ ഉപരി ഇപ്പം നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതലും ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നതുണ്ട്. ഇപ്പം സർക്കാർ, ഇപ്പോൾ UDFൻ്റെ സർക്കാരാണോ വരുന്നത് എനിക്കറിയില്ല, LDFൻ്റെ ആണോ വരാൻ പോകുന്നത് എനിക്കറിയില്ല, ഞാൻ പ്രദാനം ചെയ്യുന്ന NDAയുടെ സർക്കാരാണോ വരാൻ പോകുന്നത് എനിക്കറിയില്ല. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ആ സർക്കാരിൻ്റെ പ്ലാനുകൾ മാത്രമായിരിക്കും ഒരു MLA പലപ്പോഴും ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. അപ്പോൾ അവിടെ ഈ സർക്കാരിൻ്റെ പ്ലാനിലില്ലാത്ത ഒരു വാഗ്ദാനം ഞാൻ തൃക്കാക്കരയ്ക്ക് കൊടുത്താൽ എനിക്കതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? പറ്റില്ല. അപ്പോൾ എനിക്കങ്ങനെ വാഗ്ദാനം കൊടുത്ത് ഞാൻ ആരെയും പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഏറ്റവും മികച്ച ഒരു കാര്യം, തൃക്കാക്കരയ്ക്ക് ആവശ്യകരമായ ഒരു കാര്യം സർക്കാർ ചെയ്യാൻ തീരുമാനിച്ചാൽ, ഇനി തീരുമാനിച്ചില്ലെങ്കിലും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി സ്ട്രോങ് ആയി സംസാരിച്ച്, അത് നിയമസഭയിൽ സംസാരിച്ച്, പുറത്ത് സംസാരിച്ച്, അവരുടെ പുറകെ നടന്ന് അത് മേടിച്ചുകൊണ്ട് വരാനുള്ളൊരു ശേഷി എനിക്കുണ്ട്. അത് ഞാൻ നന്നായി കരയുന്ന കുഞ്ഞാണ്, പാല് ഞാൻ മേടിക്കുകയും ചെയ്യും. അതിപ്പരം ഒരു മോട്ടോ വേറെ വേണ്ടെന്ന് തോന്നുന്നു. സിമ്പിളായിട്ട് ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ ഒരുപാട് നന്ദി അഖിലേട്ടാ, ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം പങ്കുവെച്ച് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന അഖിലേട്ടന് ഒരുപാട് നന്ദി. അതോടൊപ്പം ഹൃദയത്തിൽ നിന്നിട്ട് വിജയാശംസകൾ എൻ്റെ പേരിൽ, ഇന്ത്യ ലൈവിൻ്റെ പേരിൽ, നമ്മുടെ എല്ലാവരുടെയും പ്രേക്ഷകരുടെ പേരിൽ ഞാൻ പറയുന്നു. അപ്പോൾ നന്ദി.